ഇവിടെ ഭരണത്തിൽ വരികയാണെങ്കിൽ പ്രധാനമന്ത്രി വന്ന് വലിയ പദ്ധതികൾ വാരിക്കോരി നൽകും, 45 ദിവസം കൊണ്ട് മാറ്റം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടും കഴിഞ്ഞ ഇടതുപക്ഷം 45 വർഷം ഭരിച്ചതിനേക്കാളും മോശമായിട്ടാണ് ഇന്ന് കോർപ്പറേഷന്റെ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നത്. ഈ നഗരത്തിൽ ഈ KPCC ഇരിക്കുന്ന ശാസ്ത്രമംഗലം വാർഡടക്കം തൊട്ടടുത്തുള്ള മേഖലകൾ എല്ലായിടത്തും 101 വാർഡിലും ഇവിടുത്തെ മാലിന്യ പ്രശ്നം അതിരൂക്ഷമായിരിക്കുകയാണ്. മാലിന്യം ക്ലിയർ ചെയ്യാൻ കഴിയാതെ അതിനുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്താണെന്നുള്ളൊരു തീരുമാനം പോലും എടുക്കാൻ ഒരു കോർപ്പറേഷൻ എങ്ങോട്ട് ഏത് ദിശയ്ക്കാണ് പോകുന്നുള്ള കാര്യങ്ങൾ പോലും പറയുവാൻ കഴിഞ്ഞിട്ടില്ല. മാലിന്യ പ്രശ്നമാകട്ടെ, തെരുവുനായ വിഷയമാവട്ടെ, കുടിവെള്ള പ്രശ്നമാവട്ടെ, റോഡുകളുടെ ശോച്യാവസ്ഥയാവട്ടെ, കോർപ്പറേഷന് കീഴിലുള്ള സ്ഥാപനങ്ങളുടെ കാര്യമാവട്ടെ, 6 മാസം കൊണ്ട് വലിയ ഒരു ഭരണസ്തംഭനം തിരുവനന്തപുരം നഗരസഭയിൽ ഉണ്ടായിരിക്കുകയാണ്. മേയറും ഡെപ്യൂട്ടി മേയറും കുറേ പ്രോഗ്രാംസിന് പോകുന്നു, കുറേ റീൽസ് ഇടുന്നു എന്നല്ലാതെ ഇവിടെ ഒരു തരത്തിലുള്ള ജീവിത നിലവാരത്തിലുള്ള മാറ്റം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ഭരണസ്തംഭനത്തിനെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് UDF അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. LDF ഈ വിഷയത്തിൽ LDF BJP രാഷ്ട്രീയ കളിയാണ് കാണിക്കുന്നത്. ഈ സുഗതന്റെ വിഷയം പോലും നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് 27 തീയതി ഏപ്രിലിൽ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പുള്ള കോർപ്പറേഷൻ കൗൺസിലിൽ അന്ന് ഒളിവിലാണെന്ന് പറയപ്പെടുന്ന സുഗതൻ എന്ന് പറഞ്ഞ വാഴവട്ടോണത്തെ കൗൺസിലർ, അദ്ദേഹം ആ കോർപ്പറേഷനിൽ പിൻവാതിലിലൂടെ വന്ന് അദ്ദേഹം കൗൺസിലിൽ പങ്കെടുത്തിട്ടുണ്ട്, അവസാനം വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അന്ന് കേരളം ഭരിക്കുന്ന LDF സർക്കാരിന്റെ പിണറായി വിജയന്റെ പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല? അവരുടെ സഹായിച്ചിട്ടില്ല അന്ന് കൗൺസിലിൽ ശ്രീ സുഗതൻ വന്ന് പങ്കെടുത്തത്. ഇപ്പോൾ സുഗതൻ പങ്കെടുക്കാത്ത കൗൺസിൽ, ഒന്നാമത്തെ കൗൺസിൽ ഉള്ളത് മെയ്യിലാണ്. ഇനി നാളത്തെ കൗൺസിലിന്റെ കാര്യങ്ങൾ കാണാം. അപ്പോൾ ഈ വിഷയത്തിൽ LDF BJP തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു ഒത്തുകളിയുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന സുഗതൻ 27 തീയതി വന്ന് LDF ഭരിക്കുന്ന സമയത്ത് കൗൺസിലിൽ വന്നത്. രണ്ടാമത് LDF സർക്കാരിനെതിരെ ഏറ്റവും കൂടുതൽ, LDF കോർപ്പറേഷനെതിരെ ഏറ്റവും കൂടുതൽ കോൺഗ്രസും BJPയും പറയുന്ന വിഷയം ഇവിടുത്തെ പിൻവാതിൽ നിയമനങ്ങളാണ്. ഈ കോർപ്പറേഷനിൽ 10,000 ആളുകളെ പിൻവാതിലിലൂടെ വർഷങ്ങളായി നിയമിച്ചിരിക്കുകയാണ്. അതിലൊരു 10 ആളുകളെ പോലും മാറ്റുവാൻ ഈ കോർപ്പറേഷൻ തീരുമാനിച്ചിട്ടില്ല, നീട്ടിക്കൊടുക്കുകയാണ്. LDFന്റെ സമയത്തുണ്ടാക്കിയിട്ടുള്ള പിൻവാതിൽ നിയമനങ്ങൾ BJP കോർപ്പറേഷൻ നീട്ടിക്കൊടുക്കുകയാണ്. സത്യം പറയുകയാണ്, ഇന്നലെ അവിടെ നടന്നിട്ടുള്ള ആ ഒരു നാടകം തന്നെ എനിക്ക് തോന്നുന്നു സുഗതനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ LDFും BJPയും ഈ ഭരണം മാറിയതിനു ശേഷം LDFന്റെ പിൻവാതിൽ ആൾക്കാരെ കണ്ടിന്യൂ ചെയ്യുവാൻ BJP സമ്മതിക്കുന്നു. സുഗതന് 27 തീയതി കൗൺസിൽ വന്ന് ഒപ്പിടാനുള്ള ഒരു സൗകര്യം LDF ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ LDFും BJPയും തമ്മിലുള്ള ഒരു ഒത്തുകളി, ഒരു കബളിപ്പിക്കലാണ് ഇവിടെ നടക്കുന്നത്. 29ന്റെ കൗൺസിൽ തന്നെ ഒരുപക്ഷെ മാറ്റിവെക്കാൻ വേണ്ടിയുള്ളതായിരിക്കും ഇന്നലെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഹോസ്പിറ്റൽ നാടകം എന്ന് നമ്മൾ വിചാരിക്കുന്നു. അത് UDF തിരുവനന്തപുരത്ത് ജനങ്ങൾക്ക് നമ്മൾ 20 കൗൺസിൽ വന്നെങ്കിൽ നല്ല ഭരണം ഉണ്ടാകും എന്നുള്ളതാണ്. ഇതിപ്പോൾ സർക്കാരിന്റെ ഭരണം, UDF സർക്കാരിന്റെ ഭരണമുണ്ട്. ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞ കാര്യം, ഏറ്റവും കൂടുതൽ ഈ രോഗങ്ങളുടെ വിഷയം വരുന്നൊരു ജില്ല തിരുവനന്തപുരമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം കോർപ്പറേഷൻ നിസ്സംഗതയാണ്. അപ്പോൾ നമ്മളൊക്കെ ഭയക്കുന്നത് അത്തരത്തിൽ കോർപ്പറേഷൻ ചെയ്യേണ്ട ജോലി ചെയ്യാതെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്. അതുകൊണ്ട് ഭരണസ്തംഭനം എന്നുള്ള വിഷയം, ഈ കുടിവെള്ളമാവട്ടെ, നായ്ക്കളുടെ വിഷയം, നിങ്ങൾക്കറിയാവില്ല എന്തൊക്കെയായിരുന്നു വലിയ വാഗ്ദാനം പറഞ്ഞത്. ഒരു NGOയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറേ നായ്ക്കളെ മാറ്റിയതല്ലാതെ ഒരു ശാശ്വത പരിഹാരം എന്താണ്, ഏത് ഡയറക്ഷനാണ്? ഇപ്പോൾ നമ്മൾ മാലിന്യ പ്രശ്നമാകട്ടെ, അതിനൊരു ഡീസെൻട്രലൈസ് സൊല്യൂഷൻ വേണം. എന്ത് സൊല്യൂഷനാണ് ഇതിനുള്ളത്? ഒരു മീറ്റിംഗ് പോലും കോർപ്പറേഷന്റെ നമ്മളൊക്കെ സഹകരിക്കാൻ തയ്യാറാണ്. മാലിന്യ പ്രശ്നം, നായ്ക്കളുടെ വിഷയം, കുടിവെള്ളം, റോഡുകൾ, നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ്. ഒരു ക്രിയേറ്റീവായിട്ടുള്ള മീറ്റിംഗ്, കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു മീറ്റിംഗ് പോലും നടത്തുവാൻ ഇവർ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്തംഭനം ഉണ്ടായിരിക്കുകയാണ്, ഒരു ഭരണ പരാജയം ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭരണ പരാജയത്തിനെതിരെ വളരെ ശക്തമായിട്ട് തന്നെ UDF മുന്നോട്ട് പോകാൻ പോവുകയാണ്. നമ്മൾ UDF ലീഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ UDFന്റെ വലിയൊരു പ്രക്ഷോഭം ഇവിടെ ഭരണസ്തംഭനത്തിനെതിരെയും LDF BJPയുടെയും ഈ ഡീലിനുമെതിരെയുള്ള ഒരു വലിയ സമരം നമ്മൾ തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. അതോടൊപ്പം കോർപ്പറേഷൻ 6 മാസമായിരിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ UDFന്റെ പാർലമെന്ററി പാർട്ടി തീരുമാനിച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ വൈകുന്നേരം തീരുമാനിക്കും. അപ്പോൾ നമ്മൾ ആദ്യം തീരുമാനിച്ചിരിക്കുന്നത് തിങ്കളാഴ്ചയുള്ള ആദ്യത്തെ കോർപ്പറേഷൻ മുന്നിലുള്ള സമരമാണ്. ബാക്കി കാര്യങ്ങൾ 6 മാസം പൂർത്തിയാക്കിയല്ലോ, എന്താണെന്നുള്ളത് UDF ആയിട്ട് തീരുമാനിച്ച് ഈ ജനങ്ങളെ, ഇവരെ നേരായിട്ട് ഭരിക്കാനുള്ള ഒരു അവസരം ജനങ്ങൾ 6 മാസമായി കൊടുത്തു. അവർ ഭരിക്കുന്നില്ലെങ്കിൽ അതിനുള്ള താക്കീതുമായിട്ട് തന്നെ UDF മുന്നോട്ട് പോകും. ഇത് LDF BJP തമ്മിലുള്ള കള്ളക്കളിയിൽ നമ്മളില്ല.